solution of system of linear equations. രണ്ടോ അതിലധികമോ ഇക്വേഷൻസ് വരുന്നതിനാണ് നമ്മൾ ലീനിയർ ഇക്വേഷൻസ് വരുന്നതിനാണ് ലീനിയർ സിസ്റ്റം ഉദ്ദേശിക്കുന്നത്. അതിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ 5x plus y is equal to 3 ഒരു ലീനിയർ ഇക്വേഷൻ ആണ്. 2x minus y is equal to 4 മറ്റൊരു ലീനിയർ ഇക്വേഷൻ ആണ്. ഈ രണ്ട് ലീനിയർ ഇക്വേഷനും ചേരുമ്പോൾ ഒരു ലീനിയർ സിസ്റ്റമാണ്. ഈ സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ ഈ രണ്ട് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സിന്റെ വൈന്റെ വാല്യൂസ്. ഇപ്പോൾ രണ്ടിനെയും സാറ്റിസ്ഫൈ ആണെങ്കിൽ ഇപ്പൊ നോക്കി, എക്സിന്റെ പ്ലേസിൽ ഞാൻ 1 കൊടുത്തു, വൈന്റെ പ്ലേസിൽ -2 കൊടുത്തു. ഞാൻ ആലോചിച്ച് നോക്കിയതാണ്, മറ്റേടൊന്നും പറഞ്ഞതല്ല. 5 into 1 പ്ലസ് -2 is equal to 3 ഓക്കെയാണ്. 2 into എക്സിന് പകരം 1 കൊടുത്ത് 2 into 1 മൈനസ് വൈന് പകരം -2. അപ്പോൾ 2 into 1 അല്ലേ, 2 into 1 into അടുത്ത് മൈനസ് വൈന് പകരം -2. അപ്പോൾ എന്തായി, 2 plus 2 ആയി, 4 ആയല്ലേ. അപ്പോൾ എന്തായി, ഈ രണ്ട് ഇക്വേഷനെയും ഈ എക്സ് ഈക്വൽ ടു 1 വൈ ഈസ് ഈക്വൽ ടു -2 സാറ്റിസ്ഫൈ ചെയ്തല്ലോ. അപ്പോൾ എന്ത് പറയാം, ഈ സിസ്റ്റത്തിന്റെ ഒരു സൊല്യൂഷൻ ആണ് എക്സ് ഈസ് ഈക്വൽ ടു 1 ആൻഡ് വൈ ഈസ് ഈക്വൽ ടു -2. എക്സ് ഈസ് ഈക്വൽ ടു 1 ഉം വൈ ഈസ് ഈക്വൽ ടു -2 ഈ രണ്ട് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്തതുകൊണ്ട് എക്സ് ഈസ് ഈക്വൽ ടു 1, വൈ ഈസ് ഈക്വൽ ടു -2 ഈസ് എ സൊല്യൂഷൻ ഓഫ് ദിസ് സിസ്റ്റം. അപ്പോൾ എന്താണ് സിസ്റ്റത്തിന്റെ നമുക്ക് ഡെഫിനിഷൻ പോലെ എങ്ങനെ പറയാം, ഒരു സിസ്റ്റത്തിലെ എല്ലാ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന അൺനോൺസിന്റെ വാല്യൂസിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിസ്റ്റം എന്ന് വിളിക്കുന്നത്, സൊല്യൂഷൻ എന്ന് വിളിക്കുന്നത് അല്ലേ. അപ്പോൾ എ സൊല്യൂഷൻ of a linear system. അപ്പോൾ 3 ഇക്വേഷൻ ആണെങ്കിൽ എന്ത് ചെയ്യും, അപ്പോൾ 3 ഇക്വേഷൻ 2x plus 3y plus 4z is equal to 9, x minus y plus z is equal to 2, 3x plus y plus z is equal to 5. ഇവിടെ നോക്കി, ഈ മൂന്നിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന, ഞാൻ മനസ്സിലാക്കുക എക്സ് ഇസ് ഈക്വൽ ടു 1, വൈ ഇസ് ഈക്വൽ ടു 1, ഇസെഡ് ഇസ് ഈക്വൽ ടു 1 കൊടുത്തു നോക്കി, ഈ 3 ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത് നോക്കി. 2 plus 3 plus 4 9 ഓക്കെയാണ്. 1 minus 1 plus 1, ഞാനിവിടെ ചെറിയൊരു മാറ്റം വരുത്താം, ഇവിടെ 1 എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിലോ 1 minus 1 plus 1 ഓക്കെ 1 ആണ്. 3 into 1 plus y plus z is equal to 5. ഓക്കെ ആണല്ലോ. x is equal to 1, y is equal to 1, z is equal to 1 ഈ സിസ്റ്റത്തിന്റെ ഒരു സൊല്യൂഷനാണ്. അപ്പോൾ കാര്യം മനസ്സിലായി കാണുമല്ലോ. ഒരു സിസ്റ്റത്തിന്റെ സൊല്യൂഷൻ എന്ന് വെച്ചാൽ അൺനോൺസുകളുടെ വാല്യൂസ് ആണ്, അല്ലേ. ആ വാല്യൂസ് കൊടുക്കുമ്പോൾ ആ സിസ്റ്റത്തിലെ എല്ലാ ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കണം. അതാണ് പ്രധാനം. സൊല്യൂഷൻ ഓഫ് എ ലീനിയർ സിസ്റ്റം ഇൻ n unknowns, ജനറൽ ആയിട്ട് ഞങ്ങൾ പറയുന്നതാണ്, n unknowns x1 x2 x3 etc xn is a sequence of n numbers s1 s2 etc sn for which the substitution x1 is equal to s1, x2 is equal to s2 etc xn is equal to sn makes each equation is a true statement. For example ആയിട്ട് നേരത്തെ പറഞ്ഞതുപോലെ
5x plus y is equal to 3, 2x minus y is equal to 4. In this system, x is equal to 1, comma y is equal to minus 2 is a solution. So another example, consider the system 4x1 and 4x minus y plus 3x is equal to minus 1, 3x plus y plus 9z, 4x plus y plus 3z, 9z is equal to minus 4. Here x is equal to 1, y is equal to 2, z is equal to minus 1. Solution ആണ് നോക്കിയേ. ഈ മൂന്ന് വാല്യൂസും ഈ മൂന്ന് ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ? ഇതും ഒരു സൊല്യൂഷൻ ആണല്ലേ, ശരിയല്ലേ? ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ എക്സിന്റെ പ്ലേസിൽ 1 കൊടുക്കുക. 4 into 1 minus 2 അല്ലേ, into plus 2, 4 minus 2 2 plus 3 into minus 1, 4 minus 3 2 minus 3 minus 1, okay അല്ലേ. 3 into 1 plus 2 5 minus 9, that is minus 4. ഓക്കെ അല്ലേ? ഈ രണ്ട് ഇക്വേഷനെ ഈ മൂന്ന് വാല്യൂസ് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ മൂന്ന് വാല്യൂസിനെ ചേർത്തിട്ട് ഒരു സൊല്യൂഷൻ ആണെന്ന് പറയാം ഈ സിസ്റ്റത്തിന്റെ. കാരണം മൂന്നും വേണമല്ലോ. ഇവിടെ ഈ രണ്ട് വാല്യൂസും ചേർത്തിട്ട് ഈ സിസ്റ്റത്തിന്റെ ഒരു സൊല്യൂഷനാണ്. ഓക്കെ ആണോ? ഇനി ഇതിന്റെ ജോമെട്രി പറയാം.